ഇന്ത്യ അമേരിക്കയെ പോലെയല്ല, ശക്തമായ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അമേരിക്കയുടെ ആയുധപ്പുരയിൽ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും അത് പ്രയോഗിക്കുമ്പോൾ തന്നെ തകരും. ലോകരാജ്യങ്ങൾക്കൊന്നും അമേരിക്കയുടെ ആയുധങ്ങളോട് അത്ര വിശ്വാസമില്ല. ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഇന്ത്യ തദ്ദേശമായി നിർമ്മിക്കുന്ന ആയുധങ്ങളോടാണ്. നിലവിൽ ഇന്ത്യയെ ദുഷ്ടലാക്കോടെ ഒന്ന് നോക്കിയാൽ ആ കണ്ണ് കരിയിച്ചു കളയും എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. കാരണം അത്രയും തദ്ദേശീയമായ ഒരു ആയുധം ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കുകയാണ്. ഓപ്പറേഷൻ ഫോളോ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതായത് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുവാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു സൈനിക ഓപ്പറേഷനാണ് ഹൈദരാബാദ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഓപ്പറേഷൻ ഫോളോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഹിമാലയൻ. അവിടെ പാകിസ്ഥാന്റെ നെഞ്ചിലേക്ക് ത്രിവർണ്ണ പതാക കുത്തിയിറക്കിയ ഓപ്പറേഷൻ മേഘ്ദൂത്, ടൈഗർ ഹില്ലിലെ ശത്രുപാളയങ്ങളെ തവിട് പൊടിയാക്കിയ ഓപ്പറേഷൻ വിജയ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്താളുകളിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഈ പോരാട്ടങ്ങളുടെ എല്ലാം പിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കൊടുങ്കാറ്റ് പോലെ ശത്രുവിന്മേൽ പതിക്കുന്ന നമ്മുടെ ജവാന്മാരുടെ അടങ്ങാത്ത പോരാട്ട വീര്യവും ധീരതയും. രണ്ട്, ശത്രുവിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞ നമ്മുടെ ആയുധങ്ങളുടെ പ്രഹരശേഷിയും. ബോഫേഴ്സ് പീരങ്കികളും മിറാഷ് വിമാനങ്ങളും ഇന്ത്യൻ യുദ്ധചരിത്രത്തിൽ ഇതിഹാസം രചിച്ച ആയുധങ്ങളാണ്. എന്നാൽ ഇന്ന് യുദ്ധഭൂമിയുടെ സ്വഭാവം മാറുകയാണ്. ടാങ്കറുകൾക്കും മിസൈലുകൾക്കും മുകളിലൂടെ ആകാശത്ത് അദൃശ്യമായി പറന്നു നടക്കുന്ന ചെറിയ ഡ്രോണുകളും കൃത്രിമ ബുദ്ധിയുമാണ് ഇന്ന് ലോകത്തെ വൻ ശക്തികളെ പോലും ഭയപ്പെടുത്തുന്നത്. യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധങ്ങൾക്കിടയിൽ വൻകിട പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ ഇത്തരം ചെലവ് കുറഞ്ഞ ഡ്രോണുകൾക്ക് കഴിഞ്ഞു. എന്നാൽ ലോകം പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറുമ്പോൾ ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. നമ്മുടെ അതിർത്തികളിലേക്ക് കണ്ണുവയ്ക്കുന്ന ഏതൊരു അത്യാധുനിക ഡ്രോൺ വ്യോമാക്രമണ ഭീഷണികളെയും ആകാശത്ത് വച്ച് തന്നെ കരിയിച്ചു കളയാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാന്ത്രിക ആയുധവുമായി ഇന്ത്യ എത്തിയിരിക്കുകയാണ്. പാരാസ് ഡിഫൻസ് അതീവ രഹസ്യമായി വികസിപ്പിക്കുന്ന ശത്രുവിന്റെ കഥ കഴിക്കാൻ പോകുന്ന ആ തദ്ദേശീയ ബ്രഹ്മാസ്ത്രം മറ്റൊന്നുമല്ല, റേ സ്ട്രൈക്ക് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഓർഗനൈസേഷൻ, അതായത് DRDOയുടെ ചെസ് ലബോറട്ടറിയുമായി സഹകരിച്ചാണ് ഈ അത്യാധുനിക എനർജി വെപ്പൺ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റേ സ്ട്രൈക്ക് 9ന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ പ്രതികരണ വേഗതയാണ്. പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു ലക്ഷ്യം കണ്ടെത്തണം, ട്രാക്ക് ചെയ്യണം, പിന്നെ ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിക്കണം. എന്നാൽ റേ സ്ട്രൈക്ക് 9 ലേസർ കിരണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ആക്രമണം ഏകദേശം ഡയറക്റ്റ് രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് കൂട്ടത്തോടെ എത്തുന്ന ഡ്രോണുകളെ നേരിടുമ്പോൾ ഇത് അതീവ ഫലപ്രദമാകും. ഇന്നത്തെ യുദ്ധങ്ങളിൽ ഡ്രോൺ സ്വാം അപകടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. നൂറുകണക്കിന് ചെറു ഡ്രോണുകൾ ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങൾ ചെലവേറിയതും പരിമിത ശേഷിയുള്ളതുമായിരിക്കും. ഓരോ ഡ്രോണിനും കോടികൾ വില വരുന്ന മിസൈൽ ഉപയോഗിക്കുക പ്രായോഗികമല്ല. എന്നാൽ ലേസർ ആയുധങ്ങൾക്ക് ഒരു ഷോട്ട് നടത്താനുള്ള ചെലവ് വളരെ കുറവാണ്. ഇതാണ് റേ സ്ട്രൈക്ക് 9 പോലുള്ള സംവിധാനങ്ങളെ ഭാവിയിലെ യുദ്ധത്തിന്റെ ഒരു നിർണായക ഘടകമാക്കി മാറ്റുന്നത്. 10-50 ഡ്രോണുകൾ ഒന്നിച്ചു വരുമ്പോൾ മിസൈൽ കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ലേസർ ലൈറ്റ് അടിച്ചു കൊടുത്താൽ ആ ഡ്രോണുകളെ പൂർണ്ണമായി തന്നെ കരിയിച്ചു കളഞ്ഞ് ഭൂമിയിലേക്ക് എടുത്ത് ഇടാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇതുപോലെ തുർക്കിയിലെ ചില ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴും നമ്മൾ ചെറുതായിട്ട് ഈ ലേസർ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രോണുകളെല്ലാം നമ്മൾ തകർത്തിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ് റേ സ്ട്രൈക്ക് 9. അതിപ്പോൾ DRDO വികസിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്.